വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ. അപ്പൊ കോയിനെ മോഷ്ടിച്ചതോ? അത് കൊലയായാലോ? അതാ വരുന്നു ഉടങ്കൊല്ലി. ആയ് മാസ്റ്റർ ആരാ പുതിയ ആള്? ഇത് നമ്മുടെ ഒരാളാ. അതെയോ? എങ്കിൽ പിന്നെ പെട്ടിയെടുത്തോളാം. അത് വേണോ പരമു? മാസ്റ്ററെ കണ്ടാൽ അറിയാം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരികയാണെന്ന്. ഞാനിതെടുത്ത അദ്ദേഹത്തിനോട് സഹായമായി. മനസ്സറിഞ്ഞ് വല്ലതും തന്ന എനിക്കൊരു ഉപകാരമായി. അത് ഇങ്ങോട്ടെടുത്താട്ടെ. നീ ഈ പൈസയൊക്കെ എന്ത് ചെയ്യാടാ പരമു? പൈസയോ? എന്റെ കയ്യിലോ? എന്നാ പിന്നെ എനിക്കൊരു ഉടുപ്പ് വാങ്ങിയിട്ടൂടെ? ഇതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് മാഷെ. എനിക്കൊരു തള്ളുള്ള വിവരം മാഷിക്കറിയാലോ. അതിന് 3 നേരം ഞണ്ണാൻ വകണ്ടാക്കാനുള്ള പാട് എനിക്കല്ല അറിയുള്ളൂ. അതൊരു തള്ളയാണെങ്കിലും ഒരു എരുമനെ പോരുന്ന ചെലവാണ്. കറവല്ല താനും. നിർത്ത്. നിന്റെ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കാലം മുതലേ എനിക്കറിയാം. എന്നാ പിന്നെ എന്നെ പ്രസവിക്കുന്നതിന് മുമ്പത്തെ കഥ മാസം ഒന്ന് പറഞ്ഞാട്ടെ. എടുക്ക് സേതു പെട്ടി. അയ്യോ ഞാൻ എടുത്തോളാം. ഓ, ഒരു ജന്മം തന്നെ. ഈ പെട്ടിയും ബാഗും ഒക്കെ ചുമന്നുണ്ടെന്ന കേട്ടോ മാഷെ. 2 ഉണ്ട് കാര്യം. കൂലി ഇദ്ദേഹം തരും, പിന്നെ ഈ കടുങ്കാപ്പി ഒരു ബോണസും. മാഷ് ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഒറ്റയ്ക്കല്ല, കുറെ പുസ്തകങ്ങളും ഉണ്ട് കൂട്ടിന്. എനിക്കൊരാൾക്ക് താമസിക്കാൻ ആ ഒരു മുറി മതി. ബാക്കിയുള്ള സ്ഥലം ഞാൻ ഒരു ലൈബ്രറി ആക്കി. പിന്നെ പെട്ടിയിലൊരു താമ്രപത്രം കിടപ്പുണ്ട്. അതൊരു കാലം. ഇപ്പൊ മാസം കുറച്ച് പെൻഷൻ കിട്ടും. ഓ, എന്റെ ഒന്നും കാലത്തൊരു സ്വാതന്ത്ര്യ സമരം വീണ് കിട്ടുന്നില്ലല്ലോ. താമ്രപത്രത്തിനാണോ? പത്രമൊക്കെ ആർക്ക് വേണം? അത് ദിവസവും വായിക്കണല്ലേ. ഒരു പെൻഷൻ കിട്ടുമല്ലോ. പുറത്തോട്ട് കിട്ടുന്നില്ല. 3 നേരം ഇരുന്ന് തിന്ന് കൊഴുത്തിട്ട് പോയാലാണ്. അയ്യോ, എവിടേക്കാണ് നീ എന്നെ കൊണ്ടുപോണേ? എന്താണ് നീ എരിമ മേയ്ക്കാൻ പറയും? ഞാൻ എരിമയാ. അയ്യോ, ഇവിടേക്ക് എന്നെ കൊണ്ടുപോണേ. എടാ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നാ മതിയുടെ മോനെ. അയ്യ, തള്ളി ടെറസ് ബംഗ്ലാവിലെ കിടക്കുള്ളൂ. പിന്നെ ഈ കൂരന്റെ ഉള്ളിൽ 2 കല്ല് കൂട്ടിയാലും കഞ്ഞി തളക്കും. അത്രയും മതി മോനെ. ഓ എന്റെ പൊന്നു പരമേ, എന്തോ നീ എന്നും ഇങ്ങനെ നിന്നാ മതിയോ കുട്ടാ? നിനക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ മോനെ? നീ ഒരു കല്യാണം കഴിക്കണ പൊന്നു പരമേ. ഞാനോ? പിന്നെ എന്നിട്ടോ? എടാ, നീ ഒരു കല്യാണം കഴിക്കണ മോനെ. എടാ, നീ ഒരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ ഈ കൂരയിലേക്കാടാ കൊണ്ടുവരണേ. ഞാൻ കേട്ടെ. ആ കെട്ടട മോനെ. കെട്ടിട്ട് ഇപ്പൊ കാലാ ചെലവ് കൊടുക്കുക. നിങ്ങളെ നായരോ? ഇതിനു വേണ്ടി വളം വെച്ചിട്ട് നിങ്ങൾ ഇല്ല, എപ്പ വെക്കാൻ പോവാ? വെക്കണ്ട, ഇതിന് വെക്കണ്ട, ഇക്കാലത്തിന് വെക്കണ്ട, ഈ വെക്കണ്ട. 16 കൊല്ലായി നിങ്ങൾ ഇതും പറഞ്ഞ പറ്റിക്കുന്നത്. എടാ മോനെ, ഈ വയസ്സുകാലത്ത് നീ എന്നോട് ചെയ്യുന്നടാ. നിന്നെ 10 മാസം ചോന്ന് വെച്ച അമ്മയാടാ ഞാൻ. അതെ, ആ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ അവിടുന്ന് എന്നോ അടിച്ചിറക്കി വിടേണ്ടതാണ് ഞാൻ. എന്റെ മൈതാന മനസ്സിനോട് ഞാൻ അത് ചെയ്തില്ല. പിന്നെ വാടക ഇനത്തിൽ മാസം 100 റുപ്യാണ് കിട്ടാൻ പോകുന്നത്. ടെറസ് ബംഗ്ലാവിന്റെ മോഹം കൊണ്ട് ഇതെങ്ങാനും ഇടങ്കോലിട്ടാൽ തള്ള ചത്താ ഞാൻ കർമ്മം ചെയ്യൂല. ശവം ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കീറാനും മുറിച്ചാലും ഇട്ട് കൊടുക്കും. ഒരു ശവത്തിന് 100 റുപ്യ കിട്ടും. അയ്യോ വേണ്ട മോനെ, എന്റെ പൊന്നു ദൈവങ്ങളെ, അവൻ ഈ സന്ധ്യ സമയത്തല്ല എന്നോട് ഇത് പറയുന്നത്. അടാ പരമ മോനെ. പരമേ, എല്ലാം റെഡിയാക്കിയാ? ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറിയാട്ടെ. എടാ പരമേ, നീ എന്താണ് അമ്മയ്ക്ക് വിരോധമായിട്ട് ചെയ്യണേ? അമ്മേ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവര് തരില്ലേ? എന്താ പരമു? അഡ്വാൻസിന്റെ കാര്യം. എത്രയാ വേണ്ടത്? അതിപ്പോ ഒരു 3 മാസമെങ്കിലും വേണം. ഇതിപ്പോ അഡ്വാൻസ് ആയി. ഇനി ബ്രോക്കറേജ്. ബ്രോക്കറേജ്? അതെ, ഇതിപ്പോ ടൗണിലാണെങ്കിൽ ഒരു മാസത്തെ വാടകയാണ് ബ്രോക്കറേജ്. നമ്മൾ തമ്മിലായതുകൊണ്ട് പകുതി മതി. ഇത് ഞാൻ വെറുതെ പറയല്ല, മാഷോട് വെച്ച് നോക്കൂ. അങ്ങനെ നടപ്പില്ലേന്ന്. അതൊക്കെ നടപ്പുണ്ട്, പക്ഷെ ഇത് പരമുന്റെ വീടല്ലേ മാഷെ. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. ബ്രോക്കറേജിന്റെ കാര്യത്തിൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ ഈ കണ്ടോന്നല്ല കാര്യം. അമ്മയുടെ മുമ്പിൽ ഇല വിറക്കും പോലെ വിറക്കും ഞാൻ. ഇനി അത് വേണ്ട, ഞാൻ എടുത്തു വെച്ചോളാം. അതിന് പ്രത്യേക കൂലിയൊന്നും വേണ്ടാന്ന്. ഒരു മനുഷ്യത്വ. അയ്യോ, അത് വേണ്ടമേ, ഞാൻ എടുത്തു വെച്ചോളാം. ഞാൻ പ്രിയപ്പെട്ട ചെറുകര നിവാസികളെ, നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ഈ കുമാരൻ മാസ്റ്ററെ അനുഗ്രഹിച്ചതോടുകൂടി ഈ ഹോട്ടലിന്റെ ഔപചാരികമായ കർമ്മം, ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കാൻ പോകുകയാണ്. ഇങ്ങനെ ഒരു ഹോട്ടൽ ഈ നാട്ടിൽ ഉണ്ടാകുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് സുലഭമായി ലഭിക്കുക എന്നൊക്കെ പറയുന്നത് മെമ്പറെ
സാധാരണ നിലയിലും മതി. അയ്യോ ഭാഷകൾ മിണ്ടാതിരിക്കുവരുത്തില്ലേ. അങ്ങനെ തന്നെ പറഞ്ഞു. കൈ ഇന്ന് കിട്ടിക്കേ. പൈസയാ വേണ്ട മാഷെ. വേണം വേണം. സർക്കാരും കച്ചവടം ഒരുമിച്ച് നടക്കൂല. എനിക്കെന്ന് മാത്രമല്ല ഇവന് വരെ കാശ് വാങ്ങിച്ചിട്ട് മതി എന്തും. ദിവസവും രാവിലെ പച്ചക്കറി ഇവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ രാവിലെയും വൈകിട്ടും പാല് ആലീസും കൊണ്ടുതരും. ഈ പച്ചക്കറിന്നും പാലൊന്നും പറഞ്ഞ് ഈ പെട്ടിയിൽ വീഴുന്ന കാശൊക്കെ ഇയാൾ അങ്ങ് കൊണ്ടുപോകല്ലോ. അപ്പൊ എന്റെ വാടകയോ? എന്നാലും ഇയാൾ വല്ല ബാങ്ക് കുത്തിപ്പൊളിക്കാൻ പോ. ഇങ്ങനെ ഉണ്ടോ കാശിനോട് ഒരാർത്തി? എന്റെ കർത്താവേ, ഈ തള്ളെ സമ്മതിക്കണം. അങ്ങനെ പറയടാ. ഇവിടെ ആരും ഇല്ലേ? ആരും ഇല്ലേന്ന്? ആരും ഇല്ലെന്നാ തോന്നുന്നേ. അപ്പൊ പിന്നെ താനോ? പിന്നല്ലാതെ ഞാൻ ഒരുത്തൻ ഇവിടെ ഇങ്ങനെ തടി പോലെ നിൽക്കുന്ന കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാ എങ്ങനെയാ? താനാണോ ഈ പഞ്ചാബി? പഞ്ചാബിയോ? അതെ. പക്ഷെ തന്നെ കണ്ട ഒരു പഞ്ചാബിയുടെ ലക്ഷണമില്ല. കൊള്ളാവുന്ന ആശാരിമാര് തടി കൊത്തിവെച്ച പോലുണ്ട്. ചതുര മോന്ത, തൊട്ടി പോലെ നീളം, ചൊക്ര കണ്ണു. തനി ഒരു അക്കരക്കാരൻ പൊങ്ങന്നായത് തന്നെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ പാല് തരാൻ വന്ന. ഓ, അന്തപ്പായുടെ ഭാര്യ. അന്തപ്പായിയുടെ ഭാര്യ. എത്ര നല്ല ആലോചനകളൊക്കെ വന്നതാ. എന്റെ തലയിൽ എഴുത്ത് അറിയാനൂടെ പൊറുക്കാനായി പോയി. അതിനിപ്പോ എന്തു പറ്റി? എന്തു പറ്റിയെന്നു? എന്റെ കൂട്ടത്തിൽ കെട്ടിച്ചവർക്കൊക്കെ കൊച്ചുങ്ങള് 3ഉം 4ഉം ആയി. ഞാനിപ്പോഴും മേലും കീഴും നോക്കി നിപ്പാ. അല്ല, മനസ്സിലായില്ല. അത് ഞാനേ കൊച്ചുങ്ങളുണ്ടാവത്തില്ല. എന്റെ വിധി. അല്ലാണ്ടെന്താ? താനൊന്ന് ശൃംഗരിക്കാതെ കുപ്പി അകത്തുകൊണ്ട് കാലിയാക്കി കൊണ്ടുപോവാ. അയ്യടാ അയ്യ. ആരാ അത്? ഓ സാലീസ് വരുന്നു വരുന്നു. ആദ്യ രാത്രിക്കാ കേറി വരൂ. ബാക്കിയുള്ളവരെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഒരു കഷ്ടം. ഇത് ഞാനൊന്ന് നേരത്തെ വന്നിങ്ങ് തൊലച്ചൂടെ? കച്ചവടം തീരണ്ടേ? കച്ചവടം ആർക്ക് വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കണത്? എന്റെ അപ്പോ നമുക്ക് തക്കാലം കുഴി വെക്കാൻ 2 പെട്ടിയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നരിക്കാതെ വല്ലതും വേണമെങ്കിൽ എടുത്തു വെച്ച് തിന്ന്. ചോറും കൂട്ടാനും അടുക്കള ഇരിപ്പുണ്ട്. എനിക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണം. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഒരുമിക്കണ്ട, ഞാൻ കഴിച്ചതാ. പോയിരുന്നങ്ങ് കഴിച്ചോണ്ടാ മതി. അയ്യോ അലിസേ, നോക്കേ, നല്ല മടക്ക് സാധനം കേക്കുവാ. അഫറാച്ചന്റെ കടയിൽ നിന്ന് മേടിച്ചതാ. നല്ല സ്വാദാ. നല്ല സ്വാദാണോ? തനിച്ചിരുന്നങ്ങ് നിന്നോണ്ടാ. അത് രാത്രി അവറാച്ചനും മടക്ക് സായി. നേരം വെളുത്ത് എന്നോട് ചോദിക്കും. എനിക്കറിയാമല്ലേ നിന്നെ? ഇല്ല. എടോ പഞ്ചാബി, താൻ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ? കൊള്ളാം. ഈ ഇരിപ്പിരുന്ന കടയുടെ നിരപ്പലയിടാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ആരെയാണോ സ്വപ്നം കണ്ടത്? ആരെയുമല്ല. എന്നിട്ട് തന്റെ മുഖത്തൊരു എന്തുട്ടുപോലെ. എന്തുട്ടോ? ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കൊച്ചു കുഞ്ഞ്. എനിക്ക് ഈ തെളിച്ചൊന്നും പറയാനൊക്കത്തില്ല. പകൽ സമയത്ത് ഒറ്റയ്ക്കിരിക്കുക, സ്വപ്നം കാണുക, ഇതൊന്നും അത്ര നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല. ഇതിനൊക്കെ കൂടെ ഒറ്റ മരുന്നേ ഉള്ളൂ. താൻ വേഗം ഒരു പെണ്ണ് കിട്ടും. തനിക്കിനി എന്റെ അറിയാനെ പോലെ വല്ല കുഴപ്പവും. പിന്നെന്താ? വേണമെങ്കിൽ ഞാനൊരു പെണ്ണിനെ ആലോചിച്ച് അങ്ങ് തരാം. പോരെ? എന്റെ പൊന്ന് പെങ്ങളെ, ഒന്ന് പോയി തരൂ. അയ്യോടാ, ഇന്ന് ശൃംഗരിക്കാരെ കുപ്പി അകത്തുണ്ടി കാര്യാക്കി കൊണ്ടുത്താ. അയ്യടാ വേഷായിരിക്കുന്ന. അയ്യോ.
മെമ്പർ സാറേ, എടോ മെമ്പർ ഭാർഗവപിള്ളെ തന്നെ വിളിച്ചത്. എന്നെ എന്താ കാര്യം? എത്ര കൊല്ലായി ഞാനൊരു കാര്യം തന്നെ ഏൽപ്പിച്ചിട്ട്. ഓ ആ കാര്യം ഞാൻ ഏറ്റല്ലേ. ഏറ്റു എന്ന് പറഞ്ഞാ മതിയാ. അവന് വയസ്സ് 3 കഴിഞ്ഞില്ലേ? അതിപ്പോ ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷന് എന്ന് വേണ്ട ഇതിനൊക്കെ വേണ്ടി ഞാൻ ചുറ്റിക്കറങ്ങി നടക്കുകയല്ലായിരുന്നോ? ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. എന്റെ കൊച്ചു പരമൂന് ഒരു പെണ്ണ് കെട്ടി ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് വേണം എന്റെ തെക്കോട്ടെടുക്കാൻ. എങ്കിൽ എടുത്തത് തന്നെ. എന്താടി നീ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ പരമൂന് പെട്ടെന്ന് കല്യാണം നടക്കുമെന്ന് പറയായിരുന്നു. അതെന്താടി അവനൊരു പെണ്ണ് കിട്ടില്ലേ? കിട്ടും, പക്ഷേ സ്വല്പ പ്രായക്കൂടുതലില്ലേന്നൊരു സംശയം. ആർക്ക്? നിങ്ങളുടെ പരമൂന്. എന്റെ കൊച്ചു പരമൂന്. ആ കിളവി, നിങ്ങളുടെ പരമൂന് 19 വയസ്സായില്ലേ? അയ്യോ, എന്റെ കൊച്ചു പരമൂന് 50 വയസ്സോ? എടി ഏന്തരകളെ, എനിക്ക് ഈ മേടത്തിൽ 50 ശരി. അപ്പൊ അമ്മയും മോനും കൂടെ ഒരുമിച്ച് എനിക്കാന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അയ്യോ, ഞാൻ എന്താ ഈ കേൾക്കണം? നിങ്ങൾ ചുമ്മാ കിളവി മെമ്മറിട്ട് ഒന്ന് നിന്നേ. നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് വല്ല എല്ലാവരും പരിപാടിയുണ്ട്? അത് ഞാൻ ഈ കരളോട് പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായിക്കോളൂ. കേളിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയത്തില്ല, സ്റ്റേജിൽ പോലും പറയത്തില്ല. എടി എടി ഏന്തരകളെ, നീ പോവാനോടി? വെറുതെ മറ്റവൻ ഇല്ലാതെ പോയത്. നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. വെള്ളത്തിൽ ഞാൻ തച്ചോടി നാണകട്ട മാറി. പിന്നെ നീ എന്നോട് വെള്ളത്തിൽ താത്തേ ഞങ്ങൾ കണ്ടിട്ടുണ്ടേ. കല്ലാനങ്ങ് പോവാണോ? എടി വാടി, അടിച്ചതിന് ഷേപ്പ് ഞാൻ മാറ്റുടി. പോടി അവിടുന്ന്. അപ്പോ മെമ്പർക്ക് വിവാഹ ദല്ലാൽ പണിയും ഉണ്ട്. എന്ത് പറയാൻ എന്റെ പേര്? ആ പാറുത്തുള്ള കിടന്ന് കയറ് പൊട്ടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാനല്ല സാക്ഷാൽ കാമദേവൻ വന്നാൽ പോലും പരമൂന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെന്താ മെമ്പറെ? പിശുക്കൻ. കല്യാണം കഴിച്ചാൽ ഹരിക്ക് ചെലവ് കൊടുക്കണ്ടേ? വേണം. അബദ്ധത്തിലെങ്ങാനും പിള്ളേരുണ്ടായി പോയാൽ അതിന് ചെലവ് കൊടുക്കണ്ടേ? ഹരിപ്പൻ. ശരിയാണ്, അറിയാ സാറേ. എന്താ എന്തായി? പച്ചക്കറിയുടെ വകയിൽ കുറച്ച് കാശ് കിട്ടിയാ കൊള്ളായിരുന്നു. കൈനടി അവറാച്ചൻ ഒന്നും തന്നില്ല. രാവിലെ ബോട്ട് വരും, അതിലൊരു താടിക്കാരൻ വരും, ചുറ്റിനും വെള്ളവാ, ഗലീലിയ കടലിനേക്കാൾ ആഴവാ, നീന്താൻ പോലും അറിയാൻ മേലെ. സാരമില്ല എന്തായി, നമുക്ക് ശരിയാക്കാം. കാടന്റെ മക്കളെ കൊണ്ട് കിടന്ന് കൂവുന്നത്. ഇറങ്ങി വാടോ, ഇങ്ങോട്ട് ഇറങ്ങി വാടോ. കമലമ്മച്ചി, മെമ്പറേ ഇങ്ങോട്ട് ഇറങ്ങി വാടോ, ഞാനാ വിളിക്കുന്നേ. വാതിൽ നല്ലപോലെ അടച്ചിട്ടാണല്ലോ ഞാൻ പോകുന്നത്. നീ എങ്ങനെ ഇറങ്ങി വന്നു? എനിക്ക് ഇറങ്ങി വരാൻ താക്കോല് വേണ്ടല്ലോ. ഓടുന്ന പട്ടികളെ. കമലമ്മേ, എന്റെ പൊന്ന് കമലമ്മേ. അയ്യോ, പൊന്നെ തേനെന്നൊന്നും വിളിക്കണ്ട, എനിക്കറിയാം. പൊന്നെ തേനെന്നൊക്കെ സൂത്രം പറഞ്ഞ് എന്നെ പിന്നെ അതിനകത്ത് കൊണ്ടുവന്ന് പൂട്ടാനല്ലയോ ഇത്രയും കാലം ഞാൻ അതിനകത്ത് കിടന്നില്ലയോ? ഇനി കുറെ നാള് താൻ അതിനകത്ത് കിടക്ക്, മന്ത്രകള് ഞാനാകാം. എന്റെ പൊന്ന് കമലമ്മേ, നീ എന്റെ മാനം കെടുത്തല്ലേ? അയ്യോ മാനം, ഇങ്ങർക്ക് മാനം, എന്തൊരു മാനം. എന്റെ ഭാര്യ അല്ല, ഞാൻ മെമ്പർ ഭാർഗവൻ പിള്ള, ഇതെന്റെ ഭാര്യ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ. ചിലപ്പോഴൊന്നുമല്ല, എപ്പോഴും ഇങ്ങനെ. പാനെന്തിനാ കള്ളം പറഞ്ഞേ? പാരാനല്ലേ പറഞ്ഞത്? പാരോ തന്നെ ഞാൻ പൂട്ടിയിടുന്നു ഒക്കെ പിള്ളാരെ. എന്തെല്ലാം വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാ ചിരിക്കാൻ കഴിയുന്ന ഏക മൃഗം മനുഷ്യനല്ലേ എന്തായി? ആ